പതിവ് പോലെ ഇന്നലത്തെ ദിവസം പോലെ തന്നെ ഇന്നത്തെ ദിവസമായിട്ട് എനിക്ക് തോന്നുന്നത് കേട്ടോ. മനസ്സിന് യാതൊരുവിധ സുഖമില്ല, അത് ശരീരത്തിന് നന്നായിട്ട് ബാധിച്ചിട്ടുണ്ട്. കാരണവന്മാർ പറയുന്നത് എത്ര ശരിയാണ്. മനസ്സിനുള്ള ബുദ്ധിമുട്ട് ശരീരത്തിൽ നന്നായിട്ട് ബാധിക്കും. എനിക്കണോ വേണ്ടേ ഉറി തൂങ്ങിയൊരു സ്ഥലത്ത് ഇരിക്കുക, ഇതൊക്കെ തന്നെ. പിന്നെ ഇന്നലെ രാത്രി വന്നപ്പോൾ സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്നും എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല. പഞ്ചസാര, ചായപ്പൊടി, തക്കാളി, അങ്ങനെ ഒത്തിരി സാധനം ഇന്നലെ രാത്രി കൊണ്ടുവന്നിരുന്നു. അപ്പോൾ അതൊക്കെ എടുത്ത് അറേഞ്ച് ചെയ്ത് വെക്കാണ്ടായി രാവിലെ തന്നെ. അതും കൂടി കണ്ടപ്പോൾ എനിക്ക് ആകെ ബുദ്ധിമുട്ടായി. പിന്നെ എങ്ങനെയാണ് കണ്ടൊക്കെ ഓരോന്നൊക്കെ എടുത്ത് വെച്ചു. കുറേ സാധനം ഇനി എടുത്ത് വയ്ക്കാനുണ്ട്. 2-3 ദിവസമായി പിള്ളേർ പറയണ ബിരിയാണി വേണം. അപ്പോൾ ഞാൻ കടയിൽ നിന്ന് വാങ്ങിക്കൊടുന്നില്ല. അപ്പോൾ ഉണ്ടാക്കുകയാണെങ്കിൽ പിള്ളേർക്ക് കഴിക്കാമല്ലോ, നന്നായിട്ട് കഴിക്കാമല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ ചിക്കൻ രാവിലെ തന്നെ പോയി വാങ്ങിയിട്ട് വന്നു കേട്ടോ. ബിരിയാണി ഉണ്ടാക്കാൻ ഞാൻ ഇത്തിരി എക്സ്പേർട്ട് ആയതുകൊണ്ട് എൻ്റെ ബിരിയാണി അവർക്ക് നല്ല ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ ബിരിയാണിയുടെ സാധനങ്ങളൊക്കെ റെഡിയാക്കി അതിൻ്റെ ഇടയ്ക്ക് ഒരു സ്ട്രോങ് ചായ ഇട്ട് കുടിച്ചുകൂടാ. നല്ല തലവേദനയുണ്ട്. അങ്ങനെ പിള്ളേർക്ക് പൂരി ഉണ്ടാക്കി കൊടുത്ത് ബിരിയാണിയിലേക്കുള്ള പ്രിപ്പറേഷൻസൊക്കെ തുടങ്ങി. സവോള അങ്ങനത്തെ സാധനങ്ങളൊക്കെ അരിയൽ തുടങ്ങി. ചോപ്പർ കൂട്ടൻ ഇത്രയും ദിവസം മുകളിൽ കെട്ടി വെച്ച് കഴിഞ്ഞാൽ അതിനെ ഞാൻ താഴെ ഇറക്കി. കാരണം അരിയാനായിട്ട് ചേട്ടൻ പോയി. എനിക്ക് അരിയാൻ അറിയാത്തതുകൊണ്ട് ഇതിലിട്ടാണ് ഞാൻ അരിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ തുണികളൊക്കെ കുറച്ച് മെഷീനിലിടാനുണ്ടായിരുന്നു. അങ്ങനെ ബിരിയാണിയൊക്കെ ഉണ്ടാക്കി ചിക്കനൊക്കെ വെച്ച് പിള്ളേർക്ക് കൊടുത്തു. കൊണ്ടുവന്ന വഴി എൻ്റെ പപ്പടം തെറിച്ച് പോയി. അങ്ങനെ അതൊക്കെ എടുത്ത് മനസ്സിന് സുഖമില്ലാന്ന് മുഖം കണ്ടറിയാം. പക്ഷെ എന്നാലും എങ്ങനെയൊക്കെയോ ബിരിയാണി കഴിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ, മക്കളുടെ കൂടെ ഇരുന്ന് കഴിക്കണ്ടേ. അങ്ങനെ ഇന്നത്തെ എൻ്റെ പകുതി ദിവസം തീർന്നു. ബൈ.